Audio Jungle. Audio Jungle. Audio Jungle. Audio Jungle. I've left the memories behind. Wanna start a new life, but it seems to be rather absurd. When I know the truth is that I always think of you. Someday, someway, together we will be, baby. I'll take and you take your time. We'll wait for our fate, 'cause nobody owns us, baby. We can shake the rock.
ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യം ഒക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരം വരണമേ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. ഈ പുതിയ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ഈ ഭവനത്തിൽ ഇങ്ങനെ കൂടി വരുവാനും ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് സാവകാശങ്ങൾ നൽകിയല്ലോ. നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ ദൈവിക നടത്തിപ്പുകളെയും ദൈവികമായ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ജോസിന്റെ കുടുംബമായിട്ട് കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ജോമിഷിന്റെ കുടുംബമായിട്ട് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദിയോടെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അജീഷിന്റെയും ദൈവമായ കർത്താവ് എത്രത്തോളം സഹായിച്ചുവല്ലോ. തന്റെ ജന്മസമയം മുതൽ ഈ സമയം വരെയും ദൈവികമായ പരിപാലനങ്ങൾ നൽകി പ്രേമകനെ അവിടുന്ന് സഹായിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച പ്രേമകന്റെ വിവാഹം നിശ്ചയം നടക്കുവാൻ ഇടയായല്ലോ. നിശ്ചയിക്കപ്പെട്ട പ്രകാരം ഇന്ന് പ്രിയമകന്റെ വിവാഹം നടക്കുവാനായിട്ട് പോകുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിന് ഏതൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദാം ഹവ്വ ദമ്പതിമാരെ യോജിപ്പിച്ച ദൈവം കുഞ്ഞുങ്ങളെ യോജിപ്പിക്കേണ്ടതിന് എല്ലാ തലങ്ങളിലും ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ പ്രിയമകന് മേൽ ചൊരിയേണ്ടതിന് വേണ്ടിയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിപ്പോൾ നടക്കുവാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവാനിടയാകുന്നതിന് വേണ്ടിയും തുടർന്നുള്ളവരെ കുടുംബജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനിടയാകുന്നതിന് വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രേമകന് വേണ്ടി ഒരിക്കൽ പ്രേമകളുടെ യാത്രയിൽ അവരെ കൂടെ യാത്ര എല്ലാവരുടെ യാത്ര ദൈവം കൂടി സഹായിപ്പാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ ശുശ്രൂഷകളൊക്കെ ആരംഭിച്ച് എല്ലാം അനുഗ്രഹമായി തീരുവാനിടയാകുന്നതിന് ദൈവികമായ സഹായങ്ങളും ദൈവികമായ അനുഗ്രഹങ്ങളും ഈ വിഷയത്തിൽ മേൽ ചൊരിയപ്പെടേണ്ടതിനായിട്ട് മജീഷിന്റെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയും നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്ത് ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ ദിവസത്തിൽ കർത്താവിന്റെ പ്രകാരം ഒരുമിച്ച് കൂടി വന്ന് പരിവനായ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് തന്ന സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഓരോരോ പ്രാർത്ഥന വിഷയത്തിൽ വരുന്ന സമയങ്ങളിൽ കർത്താവ് മറുപടികൾ അയച്ച് ഞങ്ങളെ സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. പ്രഭവനത്തെയും അവിടെ അനുഗ്രഹിച്ച് നടത്തുന്ന വിധങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ജോൺസോനായി സ്തോത്രം ചെയ്യുന്നു. അവരെ അവിടുന്ന് സഹായിക്കും, അനുഗ്രഹിക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കുമാറാകണമേ. ദൈവജോമിഷനായി വിറ്റിക്കായി പൈതലായി സ്തോത്രം ചെയ്യുന്ന കുടുംബാട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പൈതൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുവിച്ച് ദൈവം കാക്കണമെന്ന് ഞങ്ങൾ ദൈവസഭയിൽ അപേക്ഷിക്കുന്നു. പ്രത്യേക കർത്താവ് അജീഷിനെ ഞങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ ജനസമയം ഈ സമയം വരെയും ഞങ്ങളുടെ പരിപാലനങ്ങളും അങ്ങയുടെ കൃപകൾ നടത്തിക്കൊള്ളൊക്കെ നൽകി പ്രേമകനെ സഹായിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി ഭവനം പ്രിയപ്പെട്ടവർ ദൈവസഭയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവ് പ്രേമകന്റെ ജീവിതത്തിൽ അഭിഷേകത്തിന് നടുവിൽ അങ്ങോട്ട് അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തി ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ പെരുന്തൽമണ്ണ പ്രിയ കർത്താവെ പ്രിൻസല്ലയെ പ്രിയമകന് വേണ്ടി കർത്താവ് അതുമായിട്ട് കർത്താവ് ഒരുക്കി ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നിശ്ചയിച്ചതുപോലെ തന്നെ ഇന്ന് പകലും പ്രിയ കുഞ്ഞുങ്ങളെ വിവാഹം നടക്കുവാനായിട്ട് പോവുകയാണല്ലോ. തിരുസാന്നിധ്യം ഉണ്ടാകേണ്ടതിന് വേണ്ടിയും കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം ഇറങ്ങി വന്ന് പ്രിയ കുഞ്ഞുങ്ങളെ ദൈവഹലിനെ യോജിപ്പിക്കേണ്ടതിനും ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി തിരുവനടിയാകുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഈ വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യങ്ങൾ വെളിപ്പെടുത്തി എല്ലാ മേഖലകളിലും കർത്താവേ നിന്റെ അനുഗ്രഹങ്ങൾ പകർന്ന് അങ്ങ് അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവസഭയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ കർത്താവേ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാവിധ കൃപകൾ അനുഗ്രഹങ്ങൾ പ്രിയമകനെ അവിടുന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമ ഭർത്താവിന് ആവശ്യമായ എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങൾ പ്രിയമകനെ അവിടുന്ന് ചെയ്യണമേ ഞങ്ങൾ ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്ന സമയം മുതൽ വിവാഹ ശുശ്രൂഷ കഴിയുന്നതുവരെയും തിരുസാന്നിധ്യം അവിടെ ഉണ്ടാകുമാറാകണമേ. ഇവിടെ എല്ലാ വിരുദ്ധ സൽക്കാരങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണം. എല്ലാം അനുഗ്രഹമായി അങ്ങ് തീർക്കണമെന്ന് ഞങ്ങൾ
ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കർത്താവേ, പ്രിയ അജീഷിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങൾ പ്രിയ മകന് വേഗം നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ എല്ലാ ശുശ്രൂഷകളും എല്ലാ ക്രമീകരണങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി കരേറ്റുന്നു. കർത്താവേ, ഇതുവരെ ഞങ്ങളെ സഹായിച്ച ദൈവത്തിനും സകല മഹത്വം ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രാർത്ഥന ഗതികൾ സ്തുതിക്കുന്ന സകലമാനമതെല്ലാം കർത്താവിനെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ കൃപയും ആശ്വസിച്ചു വേണ്ടത്തിന്റെ കൃപയെ സാധിക്കും. വിഷയത്തോടും നടക്കുന്ന ശുശ്രൂഷകളോടും പുതിയതായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദാസനോട് കുടുംബത്തോടും ഇന്ന് ഉന്നയിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരുന്നവരുണ്ടായിരിക്കുമാറാകട്ടെ. കൃപയിൻ ആഴമറിയാൻ നിഷ്ഫല
യേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ മാർവിലല്ലാതില്ലേനിക്ക് വിശ്രമം വേറെ പാരിലും പരത്തിയിലും തുല്യനൻ പ്രിയൻ എൻ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും യേശു മാത്രം മതിയേനിക്കേതു നേരത്തും. ക്ഷീണിത രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കായി മാർവിടം ആശ്രയം യേശു കർത്താവേ എൻ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും യേശു മാത്രം മതിയേനിക്കേതു നേരത്തും. ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടുന്നേ സ്നേഹസഖിയാ ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും. പ്രൈസ് ദി ലോർഡ്. ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹമായി ഇവിടെ നടത്തപ്പെടുവാൻ ഇവിടെ വന്നു ചേർന്ന എല്ലാ ദേവദാസന്മാരും എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ ആരംഭിക്കുന്നു. പാസ്റ്റർ സ്റ്റീഫൻ മുൻപോട്ട് കടന്നു വന്നിപ്പോൾ പ്രാർത്ഥിക്കും.
സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഉറപ്പിക്കുവാനിടയായി ഇന്ന് പകൽക്കാലം ഇവിടെ വെച്ച് കർത്താവേ അവിടെ വിവാഹം നടത്തപ്പെടുകയാണല്ലോ. കർത്താവേ, അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നീ മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല, ഞാൻ തക്കതായ തുടവ് ഉണ്ടാക്കുമെന്ന് അനുചിതവനായ കർത്താവ് ഇന്ന് പകൽക്കാലം കർത്താവെ ആജീസിനു വേണ്ടി പ്രിയ കർത്താവെ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഏതൻ പൊങ്കുവനത്തിൽ ഇറങ്ങി വന്ന് ആദഹോമാരെ യോജിച്ചതുപോലെ കർത്താവ് ഇന്ന് പകൽക്കാലം കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, കടന്നുവന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഇരു ഭവനങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഇരു സഭകളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്ര ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി ചേരുവാൻ ദൈവമേ സഹായിക്കണമേ. ശുശ്രൂഷകരുടെ ഭൃത്യന്മാരെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. ദൈവകൃപ കൊണ്ട് പൊതിയുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഭൂമിയിൽ ഒരു വിവാഹം കൂടി നടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു നിത്യമായ ഒരു വിവാഹം നടക്കുവാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഓരോരുത്തരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനോഹരമായ ഗാനങ്ങൾ ആലപിപ്പാൻ അവരെ ഒരുക്കുമാറാകണമേ. എല്ലാം ഭംഗിയായി ചേരുവാൻ, ചന്തമായി ഉചിതമായി ചേരുവാൻ, അങ്ങയുടെ മഹത്വത്തിനായി ചേരുവാൻ ഇടയാക്കണമേ പ്രാർത്ഥിക്കണം. സഹായിച്ചാട്ട് യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നീ കേൾക്കണമേ പ്രിയപിതാവേ, ആമേൻ. വിവിധ ഇടങ്ങളിലായിരുന്ന നമ്മളെല്ലാവരും ഇന്ന് ഈ ഹാളിൽ ഒരുമിച്ച് കൂടുവാൻ ഉണ്ടായ കാരണം തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ താലൂക്കിൽ പാണഞ്ചേരി വില്ലേജിൽ നെല്ലിക്കുഴി വീട്ടിൽ NP ജോണിൻ്റെയും LC ജോണിൻ്റെയും മകനും IPC ബദേൽ ചുവന്നുമണ്ണ സഭാംഗവുമായ അജീഷ് ജോണും, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ അരക്കപ്പറമ്പ് വില്ലേജിൽ കച്ചന്തോണി വീട്ടിൽ സുനിലിൻ്റെയും സുധ സുനിലിൻ്റെയും മകൾ IPC പെരിന്തൽമണ്ണ വർഷിപ്പ് സെൻറ്റർ സഭാംഗവുമായ പ്രിൻസല്ലയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇന്ന് ഇവിടെ വെച്ച് നടത്തി കൊടുക്കാമെന്ന് 24-ാം തീയതി ശനിയാഴ്ച കല്ലടിക്കോടുള്ള സ്വാഗത ഓഡിറ്റോറിയത്തിൽ വെച്ച് കരിങ്കലത്താണിയിലുള്ള സ്വാഗത ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്നിവിടെ വെച്ച് നടത്തി കൊടുക്കാമെന്ന് തീരുമാനിച്ചതിനനുസരിച്ച് ആണ് ഇന്ന് ഇവിടെ നമ്മൾ ഈ ഹാളിൽ എത്തിച്ചുകൊണ്ടിടയായിട്ടുള്ളത്. നിയുക്ത വരൻ അജീഷും പ്രിൻസലയും നേരത്തെ തന്നെ കടന്നുകൊണ്ടിടയായല്ലോ. ദൈവദാസന്മാർ അതിനോട് ബന്ധപ്പെട്ട് ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വിധത്തിലും ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ കൊയർ ടീം ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവസേനയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആ സമയത്ത് നിയുക്ത വരനും വധുവിനും അവർക്ക് വേണ്ടി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കാവുന്നതാണ്. അതിനുശേഷം പാസ്റ്റർ ടോമി 45-ാം സങ്കീർത്തനം വായിക്കുകയും അതിനുശേഷം പാസ്റ്റർ ഷാജി PT-യും പാസ്റ്റർ KJ മാത്യുവും ഈ രണ്ട് ദേവദാസന്മാർ അതിനുശേഷം വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കൊയർ ടീം ഒരു പാട്ട് പാടും. നമുക്കെല്ലാവർക്കും ദൈവസേനയിൽ എഴുന്നേറ്റ് സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും
സർവവുമീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരികയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരികയെന്നിൽ. 45-ാം സങ്കീർത്തനം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമൃദ്ധനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. ലാവണ്യം നിൻ്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിൻ്റെ വാൾ അരക്കി കെട്ടുക. നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായ വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാക്കന്മാരുടെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച നിന്റെ മുഖപ്രകാശം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജധന്യയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകുമാരെയും ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികളും എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. വിശ്വസ്തനാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രിയമകൾ പ്രിൻസിലേക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് യാത്ര ചെയ്ത് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസ അജീഷിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. സഹോദരങ്ങൾക്കായി ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇരുഭവനങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചുവല്ലോ. അവരുടെ വിശുദ്ധ വിവാഹം
ഇന്ന് പകൽക്കാലം അങ്ങയുടെ ദാസന്മാർ ആശീർവദിക്കുന്നത് കർത്താവെ ഈ ഭവനങ്ങൾക്ക് അനുഗ്രഹകരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്നല്ല എന്ന് ദൈവം കണ്ടു, അവർക്ക് തക്കതായൊരു തുണയുണ്ടാക്കി കൊടുത്തു. ഞങ്ങളുടെ തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവ് വിശുദ്ധ വിവാഹം കർത്താവ് എന്ന പകൽക്കാലം ആശീർവദിക്കുമാറാകണമേ. ഈ ശുശ്രൂഷയെ ആശീർവദിക്കുവാൻ കടന്നു വന്നിട്ടുള്ള ബഹുമാന്യ ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. ഈ യോഗം ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ യാഗതരായിരിക്കുന്ന ദൈവദാസന്മാർക്കായി ഞങ്ങളങ്ങയെ വാഴ്ത്തുകയാണ് കർത്താവേ. ആദിയോടൊന്നും പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടെ ഇരുന്ന് ഭരിച്ചു നടത്തുമാറാകണം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സന്നിധിയിൽ അവിടുത്തെ കൃപയിൽ അടിങ്ങൾ ആശ്രയിച്ച് തീരുമാനിച്ച ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ, ഈ ആലയത്തിലായിരിക്കാൻ കർത്താവ് നൽകി തന്ന വിലയേറിയ സാവകാശത്തിനായ സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ, ഞങ്ങളുടെ സിംഹാസനം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രാർത്ഥിച്ചാരംഭിച്ച ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. പ്രത്യേകമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ കുടുംബം കൂടെ ഭൂമിയിൽ ഉടലെടുക്കുമ്പോൾ സ്വർഗീയമായ അനുഗ്രഹങ്ങളും ഭൂമിയുമായ നന്മകളും അവിടെ മേൽ ചൊരിയണമെന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു മിഷണറി കുടുംബം കൂടെ ഭൂമിയിൽ സംജാതമാകുമ്പോൾ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമേ നാഥ. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇരു സഭകൾക്കായി, ഇരു കുടുംബങ്ങൾക്കായി, ബന്ധുമിത്രാദികൾക്കായി, ചാർച്ചക്കാർക്കായി, കർത്താവെ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുക. എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഈ കർത്താവെ മീറ്റിങ്ങിനെ ആധ്യക്ഷം വഹിക്കുന്ന അങ്ങയുടെ വിലയേറിയദാസനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ആദരിപ്പാൻ ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ വിലയേറിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്റെ കരങ്ങളാൽ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവെ ഒന്നിച്ച് ചേർക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായി ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ വിലയേറിയ അഭിഷേകത്തിന് അവിടുത്തെ സഹായിക്കണം എന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന അഭിഷേക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിനായി പ്രാർത്ഥിക്കുന്നു. ആലയത്തെ പരിസരത്തെ ദൂത സഞ്ചയത്താൽ കാവൽ ചെയ്യണം, രക്തത്താൽ മുദ്രയുടെ സൂക്ഷിക്കണം, തിരുമഹത്വം വെളിപ്പെടുത്തണം. തുറക്കപ്പെട്ടതായ സ്വർഗത്തിന് കീഴിൽ ഞങ്ങൾ എല്ലാവരും ഇരുത്തണം, തിരുനാമ മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനാലെ സ്തോത്രം ചെയ്യുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തോത്രം കരയറ്റുകയും ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നിയുക്ത വരൻ അജീഷ്, നിയുക്ത വധു പ്രിൻസില്ല, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വിവാഹം ആശീർവദിച്ച് അനുഗ്രഹിച്ച് നടത്തി കൊടുക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന, നേരത്തെ തന്നെ കടന്നു വന്ന തൃശ്ശൂർ സൗത്ത് സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ CC ചാക്കോയെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വധുവിൻ്റെ സഭാ പാസ്റ്ററും പെരിന്തൽമണ്ണ ഏരിയയുടെ കൺവീനറുമായിരിക്കുന്ന പാസ്റ്റർ ബിജോയ് കുര്യാക്കോസ് കുടുംബമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന അവരെ കുടുംബമായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സഭയുടെ മുൻ ശുശ്രൂഷകനും സൗത്ത് സെൻട്രലിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന പാസ്റ്റർ റെജി വർഗീസ് ഇന്ന് ഇവിടെ ആഗതനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അജീഷിൻ്റെ മൂത്ത ചേട്ടൻ്റെ വൈഫിൻ്റെ പിതാവ് കർത്തൃവേലിയിലായിരിക്കുന്നു. സങ്കീർത്തനം വായിച്ച ടോമി പാസ്റ്റർ കുടുംബമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന അദ്ദേഹത്തെ കുടുംബമായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ND ജോൺസൺ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന അദ്ദേഹത്തെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെരിന്തൽമണ്ണയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവവൃത്യന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരെയും ഈ പ്രത്യേക മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരുടെയും പേരിലെടുത്ത് പറഞ്ഞ കുടുംബാംഗങ്ങളായിട്ട് കടന്നു വന്നിട്ടുള്ള സ്റ്റീഫൻ പാസ്റ്റർ, അതുപോലെ KJ മാത്യൂസ് പാസ്റ്റർമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ രണ്ട് കുടുംബത്തോടും ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതര്, സഭാവിശ്വാസികൾ, സഭാപ്രതിനിധികളായി വന്നിട്ടുള്ളവർ, ഇവിടെ ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. ഈ ശുശ്രൂഷ എല്ലാ വിധത്തിലും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന റിജോയ്സ് ടീമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും
ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ തലങ്ങളിലും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നിയുക്തവരൻ അജീഷിനെ ഈ സദസ്സിനെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. IPC ചോന്നുമണ്ണ സഭയ്ക്ക് ഒത്തിരി യുവ സഹോദരങ്ങളുണ്ട്. ഞങ്ങളിവിടെ ചാർജ് എടുത്തിട്ട് ഏകദേശം 9 വർഷം തികയുന്നു. ഇത് 12ാമത്തെ വിവാഹമാണ് നടക്കുന്നത്. യവനക്കാര് ഒത്തിരിയുള്ള ചോന്നുമണ്ണ സഭയിലെ ഏറ്റവും അനുഗ്രഹീതനായ ഒരു സഹോദരനും ദൈവദാസനും കൂടിയാണ് അജീഷ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ശുശ്രൂഷ സമയത്ത് തന്നെ ദൈവിക വേലയ്ക്ക് വേണ്ടി പ്രിയമകനെ വിളിച്ചു, വേർതിരിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെനിയേൽ ബൈബിൾ സെമിനാരിയിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ഇടയായി. അതിനുശേഷം പുതിയ മേഖലകളിൽ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ എന്ത് ചെയ്യണമെന്നൊരു ദൈവദാസൻ എന്ന നിലയിൽ എന്നോട് അഭിപ്രായം ചോദിക്കുകയും ഞാനും പെരിന്തൽമണ്ണ ഏരിയ കൺവീനറായിരിക്കുന്ന പാസ്റ്റർ ബിജോയ് കുര്യാക്കോസും തമ്മിൽ ഏറ്റവും അടുത്ത സ്നേഹവും ബന്ധവുമുള്ളതുകൊണ്ട് ദൈവദാസനുമായിട്ട് കൂടി ആലോചിക്കുകയും അങ്ങനെ അവിടെ പ്രവർത്തിപ്പാനുള്ളൊരു അവസരം കിട്ടുകയും കഴിഞ്ഞ 3 വർഷമായിട്ട് കർത്തൃദാസൻ പെരിന്തൽമണ്ണ ദേശത്ത് ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ വിവരം പ്രിയ ബിജോയ് പാസ്റ്ററിൽ നിന്ന് തന്നെ അറിയുവാൻ ഇടയായതിൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾക്കും പ്രിയ ദൈവദാസൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വലിയ കൈത്താങ്ങലായിട്ട് നിൽക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം കേൾപ്പാൻ ഇടയായതിൽ അതിയായി സന്തോഷിക്കുന്നു. ആ കർത്തൃദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയമകന് വേണ്ടി ഒരുക്കിയ വധു പ്രിൻസിലെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശനിയാഴ്ച ഉറപ്പിക്കാനുള്ള ബന്ധത്തിൽ പ്രിയമകളെയും കുറിച്ച് കേൾപ്പാൻ ഇടയായി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വളരെ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു മകളാണ് പ്രിൻസില. തക്ക സമയത്ത് തന്നെ ദൈവം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങൾ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ഇവരുടെ വിശുദ്ധ വിവാഹം ഇവിടെ വെച്ച് നടത്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ ദൈവം അവരുടെ മേൽ ചൊരിയുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിവാഹ ശുശ്രൂഷയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഘടകം വചന ശുശ്രൂഷയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ ദിവസങ്ങളിലും അത് വർദ്ധിച്ചു വരുന്നത് കാണുവാൻ സാധിക്കും. ആദാം ഹവ്വ ദമ്പതിമാരെ യോജിപ്പിച്ചൊരു കുടുംബമാക്കിയത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവം കുടുംബജീവിതം എങ്ങനെ ഉറപ്പോടെ നിലനിർത്താം എന്നുള്ള ആ കാര്യങ്ങൾ തിരുവെഴുത്തിൽ കൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഇന്ന് പകലിൽ ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ നടത്തുന്നതിന് മുൻപ് ദൈവദാസന്മാർ ഇവിടെ ശുശ്രൂഷിപ്പാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസനിലായിരിക്കാം. ഈ വചന ശുശ്രൂഷ ഇന്ന് വിവാഹിതരാവാൻ പോകുന്ന പ്രിയ അജീഷിനും പ്രിൻസലിലേക്കും വിവാഹിതരായിട്ടുള്ളവർക്കും വിവാഹിതരാവാൻ പോകുന്നവർക്കൊക്കെ പ്രയോജനകരമായി തീരുവാൻ ഇടയാകും. കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, എൻ്റെ വചനങ്ങളെ കേട്ട് പണിയുന്നവൻ പാറമേൽ പണിത വീട് പണിത മനുഷ്യന് തുല്യനാകും. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നടക്കുന്ന വചന ശുശ്രൂഷ കേട്ട് നല്ല ഒരു ക്രിസ്തീയ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. അതിനാൽ തുടർന്നുള്ള സമയങ്ങളിൽ വചന കേൾവിക്ക് വേണ്ടി സമയങ്ങൾ നമ്മൾ വേർതിരിക്കുകയാണ്. കൊയർ ടീം ഇപ്പോൾ ഒരു പാട്ട് പാടും. അതിനുശേഷം പെരിന്തൽമണ്ണ ഏരിയയുടെ കൺവീനറായിരിക്കുന്ന പാസ്റ്റർ ബിജോയ് കുര്യാക്കോസ് ദൈവദിനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കൃപയാ ഞാനും പൂർണ്ണനാകും. കൃപയാ ഞാനും പൂർണ്ണനാകും. തേജസ്സിനാഥനേ ശാ
ഞാൻ തേജസ്സായി മാറിടുമേ. നിന്നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിടുമേ. കൃപയാ കൃപയാ ജ്ഞാനം പൂർണ്ണനാകും. ചെയ്തിടുവാൻ നിന്നിഷ്ടം ചെയ്തിടുവാൻ നിൻ ശക്തി നൽകിടണേ. അനാദിയായവനേ നിൻ വേല ചെയ്തിടുവാൻ നിന്നിഷ്ടം ചെയ്തിടുവാൻ നിൻ ശക്തി നൽകിടണേ. അനാദിയായവനേ പകരം തരുവാൻ ഒന്നുമില്ലീകത്തിൽ പകരം തരുവാൻ ഒന്നുമില്ലീകത്തിൽ കൃപയാ കൃപയാ ജ്ഞാനം പൂർണ്ണനാകും. നിൽക്കാതെ പോയിടുവാൻ നിൻഹിതം ചെയ്തിടുവാൻ ആത്മാവെ തന്നവനേ അനാദിയായവനേ നിൽക്കാതെ പോയിടുവാൻ നിൻഹിതം ചെയ്തിടുവാൻ ആത്മാവെ തന്നവനേ അനാദിയായവനേ പകരം തരുവാൻ ഒന്നുമില്ലീകത്തിൽ പകരം തരുവാൻ ഒന്നുമില്ലീകത്തിൽ തേജസ്സിന്നാഥനേ ശാരോൻ പനിനീർപ്പൂവേ നിന്നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറി
നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിടുമേ. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. കൃപയാ കൃപയാ ഞാനും പൂർണ്ണനാകും. വൈവാഹിക ജീവിതത്തിലെ സുന്ദര സ്വപ്നങ്ങളുമായി വിവാഹവേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ വരനും വധുവിനും ഈ വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷത വഹിക്കുന്ന ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്തൃദാസൻ പ്രിയ ഷൈജു പാസ്റ്റർ, പ്രിയപ്പെട്ടവരുടെ വിവാഹം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആശീർവദിക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന തൃശ്ശൂർ സൗത്ത് സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ CC ചാക്കോ അവറുകൾ, മറ്റ് വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഇരു കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഈ വിശുദ്ധ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച് സാന്നിധ്യം കൊണ്ട് സദസ്സ് സമ്പൂർണ്ണമാക്കിയിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രിയ അജീഷിനെ കുറിച്ചും പ്രിയ പ്രിൻസില്ലയെക്കുറിച്ചും പാസ്റ്റർ നല്ല വാക്കുകൾ ആമുഖത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. എല്ലാം കൊണ്ടും കർത്താവിൻ്റെ വയലിൽ പ്രവർത്തിപ്പാൻ ദൈവം കടഞ്ഞെടുത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്നൊന്നായി തീരാൻ പോകുന്നത്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അത്യുദ്ധാനം ചെയ്യുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട മിഷണറി കുടുംബം ഇന്നിവിടെ പിറന്നു വീഴുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ കർത്താവിന് വേണ്ടി ആവോളം ഓടട്ടെ, അധ്വാനിക്കട്ടെ. എൻ്റെ മുൻപിൽ ലഭിച്ചിരിക്കുന്ന സമയം എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അജീഷ് നന്നായിട്ട് വചനം പഠിപ്പിക്കുന്ന നല്ലൊരു ശുശ്രൂഷകനാണ്. പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല, വേണ്ടതൊക്കെ പ്രിൻസില്ലിയെ സമയത്ത് പഠിപ്പിച്ചോളൂ. എന്നാൽ ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ദൈവവചനത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കുടുംബം നമ്മുടെ ആരും കണ്ടുപിടിച്ചതല്ല, നമ്മുടെ കർത്താവിൻ്റെ സ്ഥാപനമാണ്. ദൈവം സ്ഥാപിച്ചതാ കുടുംബം. നിങ്ങളൊന്ന് ചിന്തിച്ച്, ദൈവം സ്ഥാപിച്ച ഈ കുടുംബം ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബ തകർച്ച, കുടുംബ കലഹം, ഡൈവോഴ്സ്, ഭർത്താവിനെ കാണാനില്ല, ഭാര്യ ഒളിച്ചോടി. ഇനി വീട്ടിൽ തന്നെയാണെങ്കിൽ എത്രയോ പ്രിയപ്പെട്ടവർ ഒരു ബന്ധവുമില്ലാതെ ഡൈവോഴ്സിന് തുല്യമായൊരു വീട്ടിൽ താമസിക്കുന്നു. ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഭർത്താവ്, ഭർത്താവിൻ്റെ കരുതലിനും സ്നേഹത്തിനും വേണ്ടി കൊതിക്കുന്ന ഭാര്യ, മാതാപിതാക്കളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന മക്കൾ, മക്കളെ ഭയപ്പെടുന്ന മാതാപിതാക്കൾ. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കൊച്ചു കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വികൃതമായി പോയി നമ്മുടെയൊക്കെ കുടുംബങ്ങൾ. വാസ്തവത്തിൽ ദൈവം കുടുംബത്തെ സ്ഥാപിച്ചത് ഇങ്ങനെയായി തീരാനാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്താ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെ വരുന്നത്? ഞാൻ പറയാം, പിശാച് നമ്മുടെ കുടുംബങ്ങളെല്ലാം തകർത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്താ പിശാചിന് ഈ കുടുംബത്തോട് ഇത്ര വലിയ വൈരാഗ്യം? നമ്മളോടൊക്കെ എന്താ ഈ പിശാചിന് ഇത്ര വലിയ വൈരാഗ്യം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം,
നമ്മളോട് പുള്ളിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. എന്നാൽ ഈ കുടുംബം സ്ഥാപിച്ച ദൈവം ഈ കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ എല്ലാ കാര്യപരിപാടികളും ഈ ഭൂമിയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ബേസ് കുടുംബമാണ്. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തെ ആവശ്യമാണ്. പ്ലാൻ തകർക്കണമെങ്കിൽ കുടുംബത്തെ തകർത്തേ പറ്റൂ. അതുകൊണ്ടാണ് പിശാച് നമ്മുടെ കുടുംബങ്ങളെ ലക്ഷ്യമാക്കി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച്, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കുടുംബത്തിന് വളരെ പ്രാധാന്യം ദൈവം കൽപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ആദ്യത്തെ കുടുംബം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ഈ കുടുംബത്തെ ദൈവം സ്ഥാപിക്കുന്നതിന് മുൻപ് ഇവർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ദൈവം മുന്നമേ ഒരുക്കി. പകലും രാത്രിയും, സൂര്യനും ചന്ദ്രനും, വൃക്ഷങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, അതുപോലെ സമുദ്രത്തിലുള്ള ജീവികൾ, കര, വെള്ളം, ഏതേൻ തോട്ടം, അതിലുള്ള ഭക്ഷണം, എല്ലാം മനുഷ്യന് ഈ ഭൂമിയിൽ എന്തൊക്കെ വേണോ, ഒരു കുടുംബത്തിന് ആവശ്യമുണ്ടോ, അതെല്ലാം ദൈവം ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ് കുടുംബമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആ കുടുംബം, ഞാൻ പറഞ്ഞല്ലോ, ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ കുടുംബത്തിലൂടെ ഇവിടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഈ കുടുംബത്തെ തകർത്ത് ദൈവപദ്ധതിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കുടുംബത്തെ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ചതിന് ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ദൈവം എന്തിനാണ് കുടുംബത്തെ സ്ഥാപിച്ചിരിക്കുന്നത്? നമുക്കറിയാം, വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ഈ കുടുംബത്തെ സ്ഥാപിച്ച ദൈവത്തിന് നമ്മളെ നന്നായിട്ടറിയാം. മനുഷ്യനെ നന്നായിട്ടറിയാം. അറിഞ്ഞുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തേക്കുന്നത്? കുടുംബത്തെ സ്ഥാപിച്ചത്. കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടാകാതിരിക്കാൻ. അപ്പോൾ ദൈവം എന്തിനാ കുടുംബത്തെ സ്ഥാപിച്ചത്? ഒരു ദുർനടപ്പ് ഉണ്ടാകരുതെന്ന് കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. നിങ്ങൾ ചിന്തിച്ചേ, കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തരും സ്വന്തം ഭാര്യയും നിങ്ങൾ ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും ഓരോരുത്തർക്ക് വേണമെന്ന് ആരാ തീരുമാനിച്ചേ? എന്തിനാ? ദുർനടപ്പ് ഉണ്ടാവാതിരിക്കാൻ ഇത് വേണമെന്ന് കർത്താവ് തീരുമാനിച്ചതാ. ഇത് തീരുമാനിച്ചിട്ട് കർത്താവ് തുടർന്ന് തന്നെ പറയുന്നത് അറിയാമോ? ഭാര്യയുടെ ശരീരത്തിൽ ഇനി അവൾക്കല്ല, ഭർത്താവിൻ്റെ ശരീരത്തിൽ ഇനി അവനല്ല. അവർക്ക് രണ്ടുപേർക്കും അധികാരമില്ല, തമ്മിൽ അധികാരം. അവർ കടപ്പെട്ടിരിക്കുന്നത് നിവർത്തിക്കട്ടെ. ഇതാ കുടുംബം. ദൈവ വിഷയവുമായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകാൻ പരസ്പര സമ്മതത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേറിട്ടിരിക്കാം. വീണ്ടും സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കാൻ ചേർന്നിരിക്കണം. നോക്കിക്കേ, അപ്പോൾ ദൈവം കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ ഈ ഭൂമിയിൽ ധാർമ്മിക അധപ്പതനം ഉണ്ടാകരുത്, ദുർനടപ്പുണ്ടാകരുത്. ഇത് ദൈവത്തിൻ്റെ നിത്യപദ്ധതിയിലുള്ള ചിന്തയാണ്. ഈ ചിന്തയെ തകർക്കുകയാണ് ഇന്ന് പിശാച് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള റിലേഷൻ ഈ കുടുംബത്തിലൂടെ ലോകത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാ? എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അജീഷിന് അറിയാം, അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുക, കുടുംബം ദൈവം ഇവിടെ സ്ഥാപിച്ചത് ക്രിസ്തു സഭയെ സ്നേഹിച്ചു. എങ്ങനെയാ? ക്രിസ്തു തൻ്റെ ജീവൻ വരെ തന്ന, അല്ലേ? അപ്പം അതുകൊണ്ട് ചിലരൊക്കെ പറയുന്നത്, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ മരിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല.
എന്നാൽ നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചെങ്കിലേ കാര്യമുള്ളൂ. നോക്കിക്കേ, ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സഭയ്ക്ക് വേണ്ടി ക്രിസ്തു ജീവിക്കുക. അപ്പൊ ക്രിസ്തുവിൻ്റെ സ്നേഹം വാസ്തവത്തിൽ കുടുംബത്തിലൂടെ ലോകത്തിന് പ്രദർശിപ്പിക്കപ്പെടുക. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ അതാ ദൈവം ഉദ്ദേശിക്കുന്നത്. സഭ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭർത്താവിന് എന്ത് ചെയ്തിരിക്കണം? ഭാര്യ കീഴ്പ്പെട്ടിരിക്കണം. കീഴ്പ്പെടുത്താൻ പ്രമാണമില്ല, കീഴ്പ്പെട്ടിരിക്കുക. ക്രിസ്തു സഭയെ കീഴ്പ്പെടുത്തുന്നതൊന്നുമില്ല, ക്രിസ്തുവിന് സഭ എന്ത് ചെയ്യുക? കീഴ്പ്പെട്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, സഭയ്ക്ക് തല രണ്ടില്ല, സഭയ്ക്ക് തല ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവാ. അതുപോലെ വീട്ടിലും തല ഒന്നേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ച്, നമ്മുടെ വീട്ടിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ ചോദിക്കും, പപ്പ ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും, അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പ് കണ്ട ആരും ചോദിക്കാറേ ഇല്ലെന്നുള്ള പാട്ട, അല്ലേ? ചോദിക്കാറുണ്ട്, അല്ലേ? പപ്പ ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. ഉടനെ പപ്പ പറയും, മോനെ നീ പൊക്കോളാൻ പറയും. ഉടനെ അടുക്കളയിൽ നിന്നൊരു ശബ്ദം വരും, എടാ നീ ഇപ്പോൾ പോണ്ട. കൊച്ചിനൊരു കൺഫ്യൂഷൻ, ഇവിടുത്തെ ഹെഡ് ആരാ? കൊച്ചിനാകെ ഡൗട്ടാ. ഇനി വേണ്ട, ഒരു പിരിവുകാരൻ വീട്ടിൽ വരുവന്നിരിക്കട്ടെ, അച്ഛൻ അവിടെ ഇരുന്നിട്ട് പറയും 200 രൂപ എഴുതിക്കോ, പള്ളിക്കല്ലേ. ഉടനെ അമ്മ പറയും, അച്ഛൻ അങ്ങനെയൊക്കെ പറയും, 500 എഴുതിക്കോ പാസ്റ്ററെ, അല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇവിടെ തല രണ്ടാ. വാസ്തവത്തിൽ കുടുംബത്തെ ദൈവം സ്ഥാപിച്ചത് എന്തിനാന്ന് തിരിച്ചറിയണം. കീഴ്പ്പെട്ടിരുന്നാല പറയാം, കറക്റ്റ് ചെയ്യാം, ഭാര്യയ്ക്ക് ഭർത്താവിനെ കറക്റ്റ് ചെയ്യാം, പക്ഷേ സദസ്സിലാകരുത്, വേദിയിലാകരുത്, കുഞ്ഞുങ്ങളുടെ മുൻപിലാകരുത്. മാറ്റി നിർത്തി തിരുത്താം, മാന്യമായി കൈകാര്യം ചെയ്യാം, കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കുടുംബം സ്ഥാപിച്ചപ്പോൾ ദൈവം ഒത്തിരി കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും പറയുന്നില്ല, 2 കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാം. കാര്യങ്ങളുടെ ദിവസം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ദൈവം കുടുംബത്തിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കരുത്. ഇതാ പിശാചിൻ്റെ ലക്ഷ്യം. അല്ലാതെ നമ്മളോട് പിശാചിന് ഒരു പോരാട്ടവുമില്ല, നമ്മളോട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തിനാ പ്രശ്നക്കാരൻ? നമ്മുടെ മേൽ ദൈവം കരുതിയിരിക്കുന്ന പ്ലാനിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ കയറി കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയോട് പറയും, അത് പണ്ടൊക്കെയായിരുന്നു, ഇപ്പം കാലം മാറി, നീ 2 വാക്ക് പറഞ്ഞോളണം. ഇനി ഞാൻ അതിൻ്റെ ഉപസംഹാരത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ കുടുംബത്തെ ദൈവം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ്. നോക്കിക്കേ, വളരെ രസകരമായൊരു സംഭവമാണ്. ഒരു അനസ്തേഷ്യയൊക്കെ കൊടുത്ത് ഒരു സർജറി നടത്തി ശരീരത്തിൽ നിന്ന് ഒരു വാലിയെടുത്ത് ഹൗവയെ ദൈവം ഉണ്ടാക്കിയില്ലേ. ഇത് തമ്പുരാൻ പണ്ടേ പഠിപ്പിച്ചതാ. പക്ഷെ നമ്മുടെ വൈദ്യശാസ്ത്രം ഇപ്പോഴാണ് കണ്ടുപിടിച്ചെന്ന് മാത്രം. ഒരാളുടെ അവയവം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നൊക്കെ ഇപ്പോഴാണ് കണ്ടുപിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ പറയാം, കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ ആദാമിനൊരു ഗാഠനിദ്ര കൊടുത്ത് അവൻ്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്ത് ഹൗവയെ സൃഷ്ടിച്ച് ആ ഉറങ്ങിക്കിടക്കുന്ന ആദാമിൻ്റെ മുൻപിൽ ഹൗവയെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞവൻ ഉണർന്ന് സുബോധാവസ്ഥയിൽ നോക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്യം എന്താണെന്നറിയാമോ? എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറഞ്ഞ് അവൻ അവളോട് പറ്റിച്ചേർന്നു, ഒരു ദേഹമായി. വാസ്തവത്തിൽ കുടുംബത്തെ ദൈവം സ്ഥാപിച്ചപ്പോൾ ഒരു കാര്യം ആദാമിനെ പഠിപ്പിക്കുകയായിരുന്നു. എന്താ? 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, 2 പേരും ഒന്നായിരുന്നു. പക്ഷെ കുടുംബത്തെ ദൈവം ക്രിയേറ്റ് ചെയ്തപ്പോൾ ദൈവം സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ ആദാമിന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് സുബോധം വന്നപ്പോൾ ആദാം പറഞ്ഞു, കുടുംബത്തെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തേണ്ടതല്ല, ചേർന്ന് ഒന്നായി നിൽക്കേണ്ടതാ. നോക്കണം, കുടുംബത്തെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഭർത്താവിനെയും ഭാര്യയും തമ്മിൽ വേർതിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോളണം, യഥാർത്ഥത്തിൽ സുബോധം വന്നിട്ടില്ല എന്ന്. സുബോധം വന്നപ്പോൾ ആദാം ചെയ്തത്, ദൈവം വേർതിരിച്ച് നിർത്തിയത്, പക്ഷേ പറഞ്ഞു ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാണെന്ന് പറഞ്ഞ് ചേർന്നിരുന്നു, ഒരു ദേഹമായി തീർന്നു. എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് ഒരു വിള്ളലുണ്ടാകാൻ പാടില്ല.
പരസ്പര കുറ്റപ്പെടുത്തൽ ഉണ്ടാകാൻ പാടില്ല. പരസ്പരം അകന്നിരിക്കാൻ പാടില്ല. ചിലർക്ക് പറയാൻ പാടില്ല, നാവെടുത്ത അച്ഛൻ്റെ കാര്യമേ പറയാനുള്ളൂ. എന്താ നല്ലതൊന്നുമല്ല, അച്ഛൻ അങ്ങനെ, അച്ഛൻ ഇങ്ങനെ, അച്ഛൻ എങ്ങനെയാ. ചില പറയും എൻ്റെക്ക് നിങ്ങളുടെ ഭാര്യയെ പോലെയല്ല, എൻ്റെ ഭാര്യ അങ്ങനെയാ ഇങ്ങനെയാ. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിൻ്റെ അകത്ത് വിള്ളൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. വാസ്തവത്തിൽ ദൈവം കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ ഇതുണ്ടാകരുത്. ഐക്യമായി ഒന്നായി വീടിൻ്റെ അകത്ത് നിന്നെങ്കിൽ മാത്രമേ എൻ്റെ പ്ലാൻ നിങ്ങളിലൂടെ നടക്കത്തുള്ളൂ. നിങ്ങൾ ചിന്തിച്ചേ, ഇത് ദൈവം അവരെ കുടുംബം സ്ഥാപിച്ചപ്പോൾ പഠിപ്പിച്ചതാ. എന്നാൽ അവിടെ പാമ്പിൻ്റെ രൂപത്തിൽ ഞാൻ പറഞ്ഞ പുള്ളി എഴഞ്ഞു കയറി വന്നു. അവിടെ നോക്കിക്കേ, ആ സാത്താൻ ആ ഏദെൻ തോട്ടത്തിൽ അവരുടെ അടുത്ത് കയറി വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? ഹവ്വയോട് പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹവ്വ പറഞ്ഞു, തൊടുക പോലും അരുതെന്ന്, അല്ലേ? തൊടുക പോലും അരുതെന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ ഹവ്വ സാത്താൻ പറഞ്ഞതനുസരിച്ച് എന്ത് ചെയ്തു? ആദ്യം പിടിച്ചൊക്കെ നിന്നു. ഇച്ചിരി നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു? എൻ്റെ വാക്ക് കേട്ട് ആ പഴം പറിച്ച് തിന്നു. പഴം പറിച്ച് തിന്ന് ആദാമിനും കൊടുത്തു. ഉടനെ സംഭവിച്ച എന്നാണെന്നറിയാമോ? ദൈവം വൈകുന്നേരം ഇറങ്ങി വന്നപ്പോൾ ഹവ്വ പറഞ്ഞത് എന്നാ, ആദാം പറഞ്ഞത് എന്നാ? നീ തിന്നോന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ? നീ എന്നോട് കൂടെ ഇരിക്കാൻ വേണ്ടി തന്ന അവൾ കൊണ്ടി തന്നു, ഞാൻ തിന്നു. നോക്കിക്കേ, സെപ്പറേറ്റ് ചെയ്യുക. അതുവരെ എൻ്റെ അസ്ഥിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിന് മാംസമാണെന്നും പറഞ്ഞ് ചേർന്നിരുന്ന ഈ പറഞ്ഞ ആദാം ഒരധ്യായത്തിലെ ചില വാക്യങ്ങൾ കഴിഞ്ഞപ്പോൾ പറയുക, ദേ അവളാ പ്രശ്നക്കാരിന്ന്. ഇവള് ഒട്ടും ചില്ലറക്കാരിയല്ല. ഇവള് പറഞ്ഞ എന്നറിയാമോ? സ്വത്രം. ആദാം പറഞ്ഞ പോലെ ആദാം പിന്നെ ഹവ്വയെ കുറ്റം പറഞ്ഞോളൂ. ആദാമിൻ്റെ അപ്പനെ കയറി പിടിച്ചു. നോക്കി, ആരെയാ? ദൈവത്തെ. നീ ഉണ്ടാക്കിയ പാമ്പാ എന്നെ എന്ത് ചെയ്തത്? തെറ്റിച്ചത്. വാസ്തവത്തിൽ നോക്കിക്കേ, ആ കുടുംബം എപ്പോഴാ തകർന്നേ? നല്ല തോട്ടം ഉണ്ടാക്കി, നല്ല സൗകര്യം കൊടുത്ത്, നല്ല സന്തോഷകരമായ ജീവിതം കൊടുത്ത്, ദൈവത്തോടുള്ള നല്ല കൂട്ടായ്മ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ഈ ഭൂമിയിൽ താമസിച്ച കുടുംബം എപ്പോഴാ തകർന്നേ? നോക്കിക്കേ, പിശാചാ വീട്ടിൽ കയറിയപ്പോഴാ. വാസ്തവത്തിൽ പ്രിയരെ, ദൈവത്തിൻ്റെ പ്ലാൻ ആ കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബത്തെ തകർക്കുക എന്നുള്ളത് ഈ ലോകത്തിലെ പിശാചിൻ്റെ ലക്ഷ്യവുമാണ്. പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്ന് വിവാഹിതനാകുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പെരിന്തൽമണ്ണ ഏരിയയുടെ എല്ലാവിധ കർത്തൃദാസന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള മംഗളാശംസകൾ ഈ നവകുടുംബത്തിന് നേരുന്നതോടൊപ്പം കർത്താവിൻ്റെ വയലിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മിഷണറി കുടുംബമായി മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സന്ദേശം ദൈവദാസനിൽ കൂടെ കേൾപ്പാനിടയായതിൽ നമുക്ക് നമ്മുടെ കരങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ. പ്രത്യേക ദൈവദാസന് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ട് പാടും.